സാഫി നേരത്തെ വന്നടാ. ഞാൻ രാവിലെ എന്തോ ഒരു അസ്വസ്ഥ. അപ്പൊ എനിക്ക് ഞാൻ കുറച്ച് താമസിച്ചു പോയി. ഞാൻ കുറച്ചു നേരം കാത്തുന്നേ, പിന്നെ നിങ്ങളെ കാണാനില്ല. പിന്നെ എനിക്കാണെങ്കിൽ കുറച്ച് നേരത്തെ പോകും വേണം. നിർത്തേ ഞാൻ കയറാം. ഞാൻ രാവിലെ തന്നെ എനിക്ക് കുറച്ച് താമസിച്ചു. അപ്പൊ എന്തോ ഒരു അസ്വസ്ഥത. അപ്പൊ നീ ഒറ്റയ്ക്കാവൂല, നമ്മള് തുടർന്ന് നടന്നു പോകണല്ലേ. അപ്പൊ ഒറ്റയ്ക്ക് ആ വിഷമം കൂടി ഞാൻ എണീച്ച് പോകുന്നതാ, വഹിച്ചിട്ട് പോകുന്നതല്ല. ഞങ്ങളെ കൊറേ കാത്തു. പിന്നെ തരാം കാണാത്തപ്പോ എനിക്ക് തോന്നി നിങ്ങൾക്ക് എന്തെങ്കിലും പരിപാടി അങ്ങനെ പോയിട്ടുണ്ടാവും എന്നുള്ളത്. ഒരു ദിവസം കാണണല്ലേ. അപ്പൊ ഞാൻ രാവിലെ ഇങ്ങനെ വരും, നമ്മളിപ്പോ ഈ വർത്തമാനം പറഞ്ഞ അങ്ങോട്ട് കൊണ്ട് പറഞ്ഞ് പോകും. അതൊക്കെ തന്നെയല്ലേ, ഒരു ദിവസം കാണാതാകുമ്പോ നമുക്ക് ഒരു ചെയ്യാണല്ലോ. എടാ എനിക്ക് കുറെ ദിവസമായിട്ട് ഇങ്ങനെ എന്തൊക്കെയോ ഒരു അസ്വസ്ഥതകളും ഒരു വേജാറ് പേടിയെല്ലാം കൂടെ അങ്ങനെ. അപ്പൊ ഒന്നാമത് വീട്ടിലെ ഓരോ കാര്യം, കുട്ടികളൊക്കെ ഓരോ കാര്യം ഇങ്ങനെ ആലോചിക്കുമ്പോഴേ വലിയ കുട്ടികളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പേടി മാറില്ല മക്കളെ പറ്റി ഇങ്ങനെ. അപ്പൊ ആ ഒരു വിഷമം അങ്ങനെ കുറെ കാലമായിക്കണു. അതല്ല രാജേട്ടോ, അതൊക്കെ നമ്മൾ ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതൊക്കെ അതിന്റെ വഴിക്ക് വിടാന്നല്ലാതെ നിങ്ങളുടെ തടി നോക്കാനാ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ മറ്റുള്ളവർക്ക് ഇങ്ങനെ ആലോചിച്ച് ടെൻഷൻ അടിച്ചാലേ അതിനെ സമയം ഉണ്ടാവുള്ളൂ. വെറുതെ നമ്മളെ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ട് നിൽക്കുക. കുട്ടികളെ വലുതായിക്കണു, ഓല കാര്യങ്ങൾ നോക്കാനൊക്കെ അയക്കണില്ലേ. പിന്നെ ഇപ്പൊ നിങ്ങൾ ഈ ബേജാറാവണത്? കുട്ടികളൊക്കെ എത്ര വലുതായാലും നമുക്ക് ഓലൊന്നും കുട്ടികളാണല്ലോ. അപ്പൊ കുട്ടികളാകുമ്പോ നമുക്ക് അത്ര പേടില്ല, വലുതാകുമ്പോ നമുക്ക് ബേജാറ്. പക്ഷെ ആ ഒരു പേടി ബേജാറ് മനസ്സിലത്ത് ഇങ്ങനെ അലട്ടുക കുറെ ദിവസമായി ഇങ്ങനെ. പിന്നെ വഹിച്ചിട്ടല്ല ഇപ്പൊ ഞാൻ പോരുന്നത്. പിന്നെ സാഫി നമ്മളെ കൂടെ ഉണ്ടല്ലോ, അത് സമാധാനത്തിൽ ഇങ്ങനെ പോരുകയാണ്. പിന്നെ ഒറ്റയ്ക്ക് നമ്മൾ ഇത്രയും ഉദ്ദേശം നമ്മൾ സ്നേഹിതന്മാരല്ലേ. അപ്പൊ കാണാൻ വലിയ ബുദ്ധിമുട്ട് നമ്മൾ കാണാഞ്ഞാല്, അതുകൊണ്ട് ഇങ്ങനെ പോരുകയാണ് ഞാന്. അല്ലാതെ പോരാൻ നിർബന്ധമൊന്നും ഇല്ലേനും. ഒന്നാമത് സുഖം പോരാ. അതെ രാജേട്ടാ, ഞാന് കുറച്ചേരം കാണാതെ ഇപ്പൊ എന്തേ പറ്റി വിചാരിച്ചു. പിന്നെ ഇപ്പൊ എന്താ, അതും മറ്റുള്ളൊന്നും ഇപ്പൊ നിങ്ങൾ ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല. അതൊക്കെ അതിന്റെ വഴിക്ക് പോവാ. നിങ്ങൾ വൈകി ഒരു കാര്യം ചെയ്യാം, നമുക്ക് നിർത്താം. നിർത്തിയിട്ട് ഓരോ ചായ അടിച്ചിട്ടേ അങ്ങനെ പോവാം. മറ്റേ തടികൊണ്ട് വയ്ക്കൂലേ, പിന്നെ വെറുതെ ഇടങ്ങാറാവണ്ട. വെറുതെ ഇങ്ങനെ വേർക്കണുണ്ട്. അതന്നെ. അപ്പൊ നമുക്ക് നിർത്താം. നിർത്താം. നിങ്ങൾ വരെ നമുക്ക് ഓരോ ചായ കുടിച്ചിട്ടേ സംസാരിച്ച് അങ്ങനെ പോവാൻ നന്നാവുള്ളൂ. അല്ല നിങ്ങളിന്ന് നേരത്തെ എന്താ രാജേട്ടാ? എടാ ഞാനേ എനിക്ക് വഹിച്ചിട്ടല്ല, ഇങ്ങനെ കാണാൻ വേണ്ടി വന്നതാ ഞാന്. കാരണം നമ്മൾ അത്രയും നടന്നിരുന്നല്ല, ഇവിടെ ഒരുമിച്ച് നടന്നിരുന്നല്ല. അപ്പൊ കാണാൻ ആഗ്രഹം കൊണ്ട് വന്നാ. അല്ലെങ്കിൽ വയ്യ, തല വെക്കാൻ കഴിഞ്ഞില്ലായിരുന്നു. ഞാൻ വിചാരിച്ച എന്തെങ്കിലും നേരത്തെ വന്നു. ഇന്നലെ ഇപ്പൊ ആ ചായക്കൊക്കെ പാടെ കുടിച്ചാണ് അങ്ങനെ പോയതല്ലേ. ഞാന് പിന്നെ വിളിച്ചിട്ടുമില്ല. ഒന്നാമതിന് രാവിലെ കാണലോ എന്നുള്ള പ്രതീക്ഷയാണ്. രാജേട്ടാ, നിങ്ങൾക്ക് കയ്യിൽ നിങ്ങൾ വരണ്ട കേട്ടോ, ഇടങ്ങാറായിട്ട് അങ്ങനെ വരണ്ട. എനിക്കല്ല പിരാന്ത്, നിങ്ങൾക്കല്ലേ പിരാന്ത് ഉണ്ടോ? ഞാൻ രാജേട്ടൻ ഇവിടെ നിന്ന് വർത്തമാനം പറഞ്ഞത് ഞങ്ങളിത് കളിക്കണതാ. നിങ്ങൾക്ക് കണ്ണു വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഭ്രാന്തോ? ഇജ്ജ് ഒറ്റയ്ക്ക് വർത്താൻ വേണ്ടിക്കണേ. ഇവിടെ രാജനൊന്നും ആവില്ല ഇവിടെ. അനക്ക ഭ്രാന്ത്, എനിക്ക് ഭ്രാന്തൊന്നുമില്ല. എത്താൻ്റെ കഥ. അപ്പൊ ദാസേട്ടാ, നിങ്ങൾ അറിഞ്ഞില്ലേ, നിങ്ങളിപ്പോ എന്നും എക്സസൈസ് ചെയ്യാൻ വരുന്നവൻ ആ രാജേട്ടനെ അപ്പൊ നടന്നു വരുന്ന വഴിയിൽ അവിടെ കുഴഞ്ഞു വീണു. അപ്പൊ രാജേട്ടനോ? അപ്പൊ ആസ്പത്രി കൊണ്ടുപോയി ഇപ്പൊ മരിച്ചു എന്ന് പറഞ്ഞു. ഇജ്ജ് അറിഞ്ഞില്ല സാഫിയ? രാജേട്ടനോ? നിങ്ങളൊന്ന് പൊയ്ക്കണ്ടായിരുന്നു, നിങ്ങൾക്ക് ആള് വെച്ചിട്ടുണ്ടാവും. അയാളല്ലേ ഇപ്പൊ എന്റെ കൂടെ എക്സസൈസ് നടന്നിട്ട്. സാഫിയ, അതൊരു യാഥാർത്ഥ്യമാണ്. അയാള് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന വഴിയിൽ കുഴഞ്ഞു വീണു. അതൊക്കെ എല്ലാം തന്നെ സൂക്കടാണല്ലോ, നമുക്കറിയില്ല. നാട്ടുകാരെല്ലാവരും കൂടി ആസ്പത്രി കൊണ്ടുപോയി. ഇപ്പോൾ അവിടുന്ന് മരിച്ചു എന്നാണ് വിവരം കിട്ടിയത്. ഇനി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടുണ്ട് വരും. അപ്പോൾ അനക്ക് എന്താ വെച്ചാൽ എൻ്റെ ഒപ്പം എന്നും ഇവിടെ എക്സസൈസ് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ആ മനസ്സിൽ അയാൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ. അതാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ പറഞ്ഞപ്പോൾ ഇജ്ജ് സമ്മതിക്കുന്നില്ല, എപ്പോഴും അയാളുള്ളൊരു ഓർമ്മ. ആ മനസ്സിൽ നിന്ന് മാറ്റണം. ഇതിപ്പോൾ ഓരോ കുടുംബത്തിൻ്റെ ഒപ്പം ദുഃഖത്തിലൊക്കെ പങ്കുചേർത്ത് നമുക്ക് പോവാം. നമ്മളപ്പം എന്നും വരുന്ന ഒരാളല്ലേ, അതാണ് വേണ്ടത് കേട്ടോ. അത് സാറില്ലടാ. അപ്പോൾ ഓരോ മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനല്ലേ, എന്തായാലും പോകണ്ടേ. പിന്നെ വിശ്വസിക്കാൻ കഴിയില്ലല്ലോ. പിന്നെ അയാൾ ഇപ്പോഴും എൻ്റെ ഒപ്പം അവിടെ എക്സസൈസ് കളിച്ച് നിൽക്കുകയുള്ളൂ. ആ ഒരു ഓർമ്മയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചു. അതെന്താ വെച്ചാൽ സാഫിയെ, അനക്ക് എപ്പോഴും ഈ രാവിലെ അയാളായിട്ട് വർത്താനം പറഞ്ഞു, അയാൾ മാത്രമാണ് എൻ്റെ മനസ്സിൽ ഈ രാവിലെ എക്സസൈസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളെ മനസ്സിൽ നിന്ന് പോണില്ല. അപ്പോൾ അയാൾ മരിച്ച സമയത്ത് എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. എന്നോടിപ്പോൾ ആരും പറഞ്ഞിട്ട് ചിലപ്പോൾ ഞാൻ പറഞ്ഞപ്പോഴല്ലേ അറിയുന്നത്. അതൊരു മനസ്സിൻ്റെ ഒരു പ്രശ്നമാണത്. അത് നമ്മൾ അത്ര അടുത്ത ആൾക്കാർ വിട്ടുപോകുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ കഴിയില്ല മാനസികമായിട്ട്. അത് പിന്നെ ക്രമേണ അവിടെ അംഗീകരിക്കലാണ്. അതാണ് പ്രകൃതി നിയമല്ലേ. അയാൾ എന്തായാലും ഈ ഭൂമിയിൽ നിന്ന് തിരിച്ചു പോകണ്ടേ, അത് നമ്മൾ അംഗീകരിക്കണം. അല്ലാതെ വിശ്വസിക്കാൻ കഴിഞ്ഞോണ്ടേ അത് സാറില്ലടാ. നമുക്ക് അയാളടുത്ത് പോയിട്ട് നമുക്ക് അയാളെ കർമ്മങ്ങളിലൊക്കെ പങ്കെടുത്ത് കുടുംബത്തിന്റെ ആ ദുഃഖത്തിലൊക്കെ പങ്കുവരിക. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ആൾക്കാർ ഭ്രാന്താന്ന് വിചാരിക്കും അയാൾ ഒപ്പമുണ്ട് മറ്റേന്നുള്ള. പക്ഷെ അല്ലേ, അത് എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. അത് സാറില്ലടാ. നമുക്ക് പോവാം, നമുക്ക് അയാളടുത്ത് വീട്ടിൽ പോയിട്ട് അവരുടെ കുടുംബത്തിന്റെ ഒപ്പം നമുക്ക് ഇതാക്കാം. ലാസ്റ്റ് ഒന്ന് കാണാം അയാളെ, അതിന് പൊരുത്തപ്പെടേ. ഇങ്ങനൊക്കെ തന്നെ ജീവിതം, അത്രേ ഉള്ളൂ.